വരാനിട്ടിരിക്കുന്നത്. ഈ സമയത്ത് നമുക്കുള്ള കടപ്പാടും ബന്ധവും അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ സമയം വിനിയോഗിക്കുകയാണ്. പ്രത്യേകിച്ചും ജനപ്രതിനിധികൾ, മറ്റുദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ ഇവരെല്ലാം വന്ന് ആചാരപ്പിച്ച ശേഷം അതിന് പിന്നാലെ ആയിരിക്കും നമ്മുടെ സ്കൂളിലെ മുൻ വിദ്യാർത്ഥികൾ. ആ പോയതിനു ശേഷമാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അതിനുശേഷം ഈ സ്കൂളിലെ അധ്യാപകർ ഈ ക്രമത്തെ ദയവായിട്ട് വന്നു പോകാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിനിടയ്ക്ക് ഒരു വാക്ക് 2-3 മിനിറ്റ് സമയം മാത്രം. കാരണം അനുശോചന മീറ്റിങ്ങിൽ ഞാനിവിടെ നിൽക്കാത്തതുകൊണ്ട് ഈ അവസരത്തിൽ 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോവുകയും അത്രയധികം വേദനയോടെയാണ് ഞാൻ കേട്ടത്. മോൺസി സാർ എന്നെ വിളിച്ചു പറഞ്ഞു, ചെമ്പരത്തി ബേബിച്ചൻ വിളിച്ചു പറഞ്ഞു, പലരും എന്നെ വിളിച്ച് ജോഷി സാറിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിച്ചില്ല. സത്യത്തിൽ അത്രയധികം വേദനയോടെ ദുഃഖത്തോടെയാണ് ഞാൻ ആ വാർത്ത കേട്ടത്. ജോഷി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വേർപാട് ആകസ്മികം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആകസ്മികം എന്ന വാക്കിന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ അർത്ഥമില്ല. ദൈവത്തിൻ്റെ പദ്ധതി അത് നടക്കേണ്ടപ്പോൾ നടക്കുക തന്നെ ചെയ്യും. ആ പദ്ധതിക്ക് വിധേയരായി നഷ്ടം, കുടുംബത്തിന് വലിയ നഷ്ടം, ഈ നാടിന് തന്നെ വലിയൊരു നഷ്ടമായിട്ട് അനുഭവപ്പെടുകയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം, ഈ അവസരം സോഷ്യൽ വർക്കാക്കി മാറ്റണം എന്ന് നിശ്ചയിച്ചപ്പോൾ അതിനുള്ള അപേക്ഷയുമായിട്ട് സംസ്ഥാന ഡയറക്ടർ ജെയിംസ് ജോസഫിനെ പോയി കണ്ടത്. സോഷ്യൽ വർക്ക് ഈ +2 ബാച്ചിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടാൻ പോയത്, അപേക്ഷ കൊടുത്തത് ജോഷി സാറും ഞാനും തന്നെയാണ്. സത്യത്തിൽ ഈ സ്കൂളിന് സോഷ്യൽ വർക്ക് അനുവദിച്ച് കിട്ടിയത് ജോഷി സാറിൻ്റെ ആഗ്രഹമനുസരിച്ചും പരിശ്രമം കൊണ്ടും ആണെന്നുള്ളതിന് 2 പക്ഷമില്ല. സ്നേഹമുള്ളവരെ, ജോഷി സാറ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ട്, വളരെ കാര്യക്ഷമമായി തന്നെ അദ്ദേഹത്തിൻ്റെ വിഷയം കൈകാര്യം ചെയ്ത് അനേകം വിദ്യാർത്ഥികളെ ഉദ്ബുദ്ധരാക്കുന്നതിന്, അവരുടെ ജീവിതത്തിലെ വഴികൾ തെളിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നേട്ടം തന്നെയാണെന്ന് ഞാൻ പറയുകയാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം +2 അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ അധ്യാപകരെ ഒറ്റക്കെട്ടായി നല്ലൊരു കൂട്ടായ്മയിൽ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് പോകുക എന്ന് പറഞ്ഞു. എനിക്ക് അത് കേട്ടപ്പോൾ സമാജത്തോട് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു. പോകാനും പറഞ്ഞു പോയി.